ഇവിടെ റബ്ബർ പിടിച്ച് നിന്നാ മതിയാ. ഒട്ടുപാട് എടുക്കാൻ കേട്ടാ, ഒട്ടുപാട്. ഇത് കണ്ണംകുളങ്ങര പോരല്ലടാ. എനിക്കറിയാം, എനിക്കറിയാം. കുട്ടിക്ക് പനിയാണ്. പിന്നെ ആറ്റിങ്ങൽ ശ്രീ തനിയര നാടകത്തിന്റെ പേര് അവര് നാടകം മിസ്സാക്കരുതിട്ടാ. അവരെല്ലാം കൊണ്ട് സൂപ്പർ നാടകം. നാടകം കാണണം നമ്മള്. കണ്ണംകുളങ്ങത്തെ സംഘാടകരുണ്ടല്ലോ, അവര് നാടകം ഒരു വർഷം കംപ്ലീറ്റ് നാടകം കാണും. എന്നിട്ട് ഒരു കൊല്ലം മഴ ഉണ്ടായില്ല എന്നോട്ടാ. ഒരു വർഷം നാടകം അവിടെ പ്രസിഡന്റ് മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ പ്രശ്നം നല്ല സൂപ്പർ നാടകടാ. ശ്രീ ആറ്റിങ്ങൽ ശ്രീ ധന്യയുടെ അപ്പാന്നുള്ള നാടക. എന്താ കുടുംബജീവിതം പോണ്ടേ പോണ്ടേ. ഇപ്പൊ കംപ്ലീറ്റ് ലഹരിയുടെ പ്രശ്നമല്ലേ. എനിക്ക് ഹോസ്പിറ്റലിൽ പോട്ടെ, ഹോസ്പിറ്റലിൽ പോകണം. എന്നിട്ട് ഞാൻ 7 മണി 8 മണി വായട്ടാ. ഇതൊരു നാടകം കൊണ്ടിട്ട് പോവാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കടാ. ഈ വായു നോക്കാം. പ്രേമ പോരല്ലേ? എന്തേ നാടകം കഥങ്ങളെ. അയ്യോ, ഞാൻ കാര്യം മറന്ന്. കേസറിയോ? 10-34 വർഷമായിട്ടുള്ള കേസാണ്. അവര് 35 വർഷമായി നാടകം നാടകമുണ്ടല്ലോ. ശ്രീധന്യയുടെ ഭയങ്കര നാടകം. അല്ല, നീ എന്ത് ലീവല്ലേ? ഞാൻ ലീവാണ്. കടച്ചിട്ട് തേണം ഇവിടുന്ന് പോവല്ലേ. ഞാൻ പോവല്ലേ നമുക്ക്. അത് ഈ ഒരു കാര്യം ചെയ്യും. ഒരു 5-5:30 പായും. എന്നിട്ട് 5:30 വന്നിട്ട് നമുക്ക് നാടകം കാണണം. അത് സൂപ്പർ നാടകമാണ്. എത്ര വർഷമായിട്ട് അവര് നടത്തുന്നത്. അവര് നാടകം കാണും. അവര് പോയി കണ്ടിട്ട് അവര് ഓക്കെ ആണെങ്കിൽ മാത്രം. നല്ല കഴിവുള്ള പിള്ളേരാണ്. അവര് എന്താ 10-15 വർഷമായിട്ട് അവര് നാടക ട്രൂപ്പും അല്ല അവര് സ്വന്തമായിട്ട് അമേച്ചർ നാടകങ്ങളും ഈ ചെറിയ ആളുകളാണ് അവര്. അതെ, അതിലിപ്പോ നമ്മള് അമേച്ചർ നാടകം വരെ വന്നിട്ട് അഖിലകേരള നാടക മത്സരത്തിലൊക്കെ വിളിച്ചിട്ട് ഇവരൊക്കെ ഭയങ്കര സമ്മാനം മേടിച്ചവരാണ് അവര്. പിന്നീട് അവരെ അവര് പ്രൊഫഷണൽ നാടകം വന്നപ്പോ എന്താ കുഴപ്പമില്ല. പോകണം നമുക്ക്. നല്ല സൂപ്പർ നാടകമാണ്. ഒരു കാര്യം ചെയ്യാം. ഒരു 6-7 മണിയാകുമ്പോ നമുക്ക് നാടകത്തിന് പോവാം. നമുക്ക് ഫാമിലി ആയിട്ട് പോവേ. ഒരു കുഴപ്പമില്ല. അവിടെ എല്ലാ ആളുകൾക്കും ക്ലിയർ ആണ്. അവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ അപ്പൊ എന്തായാലും പോവാൻ നമുക്ക് അല്ലേ? അല്ല എന്നാലും വൈഫിനായിട്ട് വായോട്ടോ. ഓക്കെ.